മച്ചാമാരെ, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിൽ മെർഡേക്ക സ്ക്വയർ, അതായത് ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്ന് പറയും. 1957 ഓഗസ്റ്റ് 31-ാം തീയതിയാണ് മലേഷ്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയത്. അന്ന് ആദ്യമായിട്ട് അവരുടെ മലേഷ്യൻ ഫ്ലാഗ് ഉയർത്തിയ സ്ഥലമാണ് ഈ മെർഡേക്ക സ്ക്വയർ എന്ന് പറയുന്നത്. അവർ ഫ്ലാഗ് സ്ഥാപിച്ചിരിക്കുന്നത് സുൽത്താൻ അഹമ്മദ് സമദ് ബിൽഡിങ്ങിൻ്റെ നേരെ ഫ്രണ്ടാണ്. ആ ബിൽഡിംഗാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അപ്പോൾ അത് നമുക്കെല്ലാവർക്കും കാണാം. എല്ലാവർക്കും സൈമൺസ് ലൈക്കിലേക്ക് സ്വാഗതം. അതാണ് മെർഡേക്ക സ്ക്വയർ എന്ന് പറയുന്നത്. ആ ഫ്ലാഗ് കണ്ട അതാണ് ആ ഫ്ലാഗ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇൻഡിപെൻഡൻസ് ഡേ ഫംഗ്ഷനൊക്കെ ഇവിടെ വെച്ചാണ് നടക്കുന്നത്. പിന്നെ എന്തെങ്കിലും ചെറിയ പ്രോഗ്രാംസൊക്കെ ഇവിടെ വെച്ച് നടത്തുക. അപ്പോൾ ഇന്ന് എന്തോ പരിപാടിയുണ്ട്, അതുകൊണ്ടാണ് അവിടെ സ്ക്രീനൊക്കെ വെച്ച് ടെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തോ പരിപാടികൾ നടക്കുന്നുണ്ട്. കൂടുതലും സ്കൂൾ കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ ഇവിടെ വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് മെർഡേക്ക ടവർ. 118 നിലയാണ്. അതിന് ഫുള്ള് ഓഫീസും പിന്നെ ഹോട്ടൽസൊക്കെയാണ് അതിനകത്തുള്ളത്. വേറെ ഇതൊന്നുമില്ല. അവിടെ ഫുൾ ഓഫീസും ഹോട്ടൽസൊക്കെയാണ്. അവർ മെർഡേക്ക സ്ക്വയർ എന്നാണ് അതിന് പേരിട്ടേക്കുന്നത്. 118 നിലകളാണ് അതിനുള്ളത്. ഇത് ഗ്രീൻ ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്രിക്കറ്റാണ് നടക്കുന്നത്. ക്രിക്കറ്റ് പിച്ചുണ്ട്. അപ്പോൾ മെയിനായിട്ട് ക്രിക്കറ്റാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും ഇവൻറ്റ്സ് നടക്കാറുണ്ട്. അപ്പോൾ ഈ ഇവൻറ്റിന് വേണ്ടിയുള്ള ഈ ടെൻറ്റുകളാണ് ഇത് കാണുന്നതെല്ലാം. സുൽത്താൻ അബ്ദുൽ സമദിൻ്റെ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൻ്റെ നമുക്ക് ഫുൾ വ്യൂ എങ്ങനെയുണ്ടെന്നത് കാണിക്കാം. ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ. അതെല്ലാം ബാങ്കാണ്. CIMB ബാങ്ക്, OCBC ബാങ്ക്, ബാങ്ക് മുഹമ്മദ്, അതെല്ലാം ബാങ്കുകളാണ്. UOB അത് ബാങ്കാണ്. അപ്പോൾ ഇതാണ് ആ ബിൽഡിങ്ങിൻ്റെ ഫുൾ സ്ട്രക്ചർ. ആ മുകളിൽ കാണുന്നതാണ് മെർഡേക്ക ടവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 118 നിലയുള്ള മെർഡേക്ക ടവർ. ഈ കാണുന്നതാണ് ഫ്ലാഗ്. ഇത് ഇവിടുത്തെ കോലാലംപൂരിലൊരു മെയിൻ അട്രാക്ഷനാണ്. ഇവിടുത്തെ നമ്മൾ ടൂർ പാക്കേജിലൊക്കെ വരുമ്പോൾ ഇത് അവരുടെ ലിസ്റ്റിൽ ഉള്ളതാണ്, വിസിറ്റ് ലിസ്റ്റിലുള്ള സ്ഥലമാണ് ഈ മെർഡേക്ക സ്ക്വയർ എന്ന് പറയുന്നത്. ഇപ്പോൾ മണി 5 അതിനകത്തൊരു ബെല്ലുണ്ട്. ഓരോ മണിക്കൂറിലും ആ ബെല്ല് അവരടിക്കും. അത് ആ ബെൽ സൗണ്ട് കേൾക്കും. ഓരോ മണിക്കൂറിലും അത് കേൾക്കും. സന്ധ്യ കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവർ റിലാക്സ് ചെയ്യാനായിട്ട് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുപാട് പേര് വന്നിരിക്കാൻ ഇവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിലൊന്നും ഒരുപാട് പേര് ഇരിക്കാറുണ്ട്. രാത്രി കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെ പോകണമെന്നുള്ളത് ഡയറക്ഷൻസ് ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഒരു പാർക്കാണ്. ഇവിടെയാണ് ഒരുപാട് ആൾക്കാർ വന്ന് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഈവനിങ് ആകുമ്പോൾ കുറേ കടകളും കാര്യങ്ങളൊക്കെ വരും. പാർക്കിലെ ഗാർഡൻ മെയിൻ്റെനൻസ് നടക്കുകയാണ്. അവർ ചീത്തയായ ചെടികളൊക്കെ മാറ്റി പുതിയ ചെടികൾ വയ്ക്കുകയാണ്. ഭയങ്കര മെയിൻ്റെനൻസാണ് ഇവിടെ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടുത്തെ എല്ലാ പാർക്കുകളും ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഭയങ്കര മെയിൻ്റെനൻസാണ്. അതെല്ലാം എന്താ കണ്ടപ്പോൾ അതെല്ലാം ഉണങ്ങിയതിന് മാറ്റി പുതിയത് നടാനായിട്ടെല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോറിയിൽ ചെടികൾ കൊണ്ടുവന്ന് വച്ചേക്കുന്നതാണ്. ആ വച്ചേക്കുന്ന അതേ ജമന്തി ചെടികൾ തന്നെയാണ് കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് മാറ്റിയിട്ട് അടുത്ത വേറെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ്, അതിൻ്റെ ഫുൾ വ്യൂ. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ റിവർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു മാപ്പ് വെച്ചിട്ടുണ്ട്. അവരുടെ കുറേ കാര്യങ്ങളും ഇൻഫർമേഷൻസൊക്കെ വെച്ചിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടൊരു റിവറുണ്ട്. ഇത് മലാക്ക എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അവിടെ നിന്നുള്ള കണ്ടിന്യൂറ്റിയാണ്. ഏകദേശം 10 കിലോമീറ്റർ KL തന്നെ അത് കവർ ചെയ്യുന്നതുകൊണ്ട് 110 കിലോമീറ്ററാണ് ഈ റിവറിൻ്റെ നീളം. 110 കിലോമീറ്റർ ആണ് ഈ റിവർ ഇതുവഴി ഒഴുകി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജിനകത്ത് കയറിയാൽ ആ റിവറിൻ്റെ ഫുൾ ഇത് കാണാൻ പറ്റും. ഇതാണ് ആ റിവർ. 110 കിലോമീറ്റർ എന്നാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 110 കിലോമീറ്റർ ഈ റിവർ പോകുന്നുണ്ട്. മലാക്ക വഴിയാണ് പോകുന്നത്. മലാക്ക അതെല്ലാം ഈ റിവറിൻ്റെ ഭാഗമാണ്. അതിൻ്റെ സൈഡിൽ നമുക്കൊരു വാക്ക് വേ ഉണ്ട്. ആ വാക്ക് വേയുടെ സൈഡിൽ പഴയ ബിൽഡിങ്സ് എല്ലാം ഇങ്ങനെ കുറേ പെയിൻറ്റിങ്സൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോക്കൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പഴയ ബിൽഡിങ്ങാണ്. അതിനകത്തൊന്നും താമസം അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ബിൽഡിംഗ് എല്ലാം നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂക്കായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അവിടെ ഒരു സെയിം അതുപോലെ തന്നെ പിക്ചേഴ്സൊക്കെ ഉള്ളത്. അത് താമസമുണ്ട്. AC ഒക്കെ ഉണ്ട്. താമസമുണ്ടെന്നാണ് തോന്നുന്നത്. ഇതെല്ലാം പൊളിഞ്ഞ് കിടക്കുന്നതാണ് അതിനകത്ത്. അതെല്ലാം
പിക്ചർ വരച്ചേക്കുന്നതാണ്. ഒരു മലയുടെയും സംഭവമൊക്കെ ചെയ്ത് അപ്പോൾ ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട ബിൽഡിംഗ്. ഒരു മോസ്കാണ്. ഇതാ സുൽത്താൻ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡാണ്. ഇവരുടെ 50ാമത്തെ വാർഷിക ഇൻഡിപെൻഡൻസ് ഡേക്ക് സ്ഥാപിച്ചതാണെന്ന് തോന്നുന്നു. വെച്ചാൽ 50 എഴുതിയിട്ടുണ്ട്. 1972 മുതൽ 1922 ഇങ്ങനെ ഒരു സ്ക്വയർ സംഭവം ചെയ്തു വച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഗൈഡ് ലൈനിൽ ഇപ്പോൾ നമ്മളിവിടെയാണ് നിൽക്കുന്നത്. ടാർ മർദേക്ക, ജെറിജ സെൻറ്റ് മേരീസ് കാത്തഡ്രൽ. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതുവഴി നേരെ അങ്ങോട്ട് പോയാലാണ് കത്തീഡ്രൽ. അത് പോയി നമുക്ക് നോക്കാം. നേരെ ഓപ്പോസിറ്റ് അവിടെയാണ് ആ കത്തീഡ്രൽ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. സിബ്ര ക്രോസിങ് എടുക്കണം. ഇവിടെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ പോകുന്നത് അതാണ്. ആ കത്തീഡ്രൽ ഇത് ഇവിടെ നിന്നാണ് ഇതിൻ്റെ എൻട്രൻസ്. അകത്തോട്ട് പോവാം. വഴികളൊക്കെ എന്ത് ഭംഗിയായിട്ട് ചേരുന്നുണ്ടോ. നമുക്ക് നേരിട്ടുള്ള വാക്ക് വേ ആണ്. ഇതാണ് കത്തീഡ്രൽ. സംഭവം മെയിൻ്റെനൻസ് നടക്കുകയാണ്. സ്കഫോൾഡിങ് എല്ലാം വെച്ചേക്കുന്നു. മെയിൻ്റെനൻസ് നടക്കുകയാണ്. ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അകത്ത് കയറാനായിട്ട് വേറെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇതാണ് ചർച്ചിൻ്റെ ഫ്രണ്ട്. ഓക്കെ, ഇത് അവിടെ ഒരു ഗേറ്റ് ഓപ്പൺ ആണ്. നമുക്ക് കയറി നോക്കാം. നമുക്ക് ആ ചർച്ചിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഈ വഴിയിൽ നടന്നാൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് വഴി നമുക്ക് ചർച്ചിനകത്തോട്ട് കയറാം. അപ്പോൾ ഈ കാണുന്നതാണ് ചർച്ച്, സെൻറ്റ് മേരീസ് കത്തീഡ്രൽ. അതിൻ്റെ ഹിസ്റ്ററി ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്കത് വായിച്ചിട്ട് അങ്ങോട്ട് പോവാം. നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മെയിൻ്റെനൻസിൻ്റേതായതുകൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അകത്തോട്ടോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ആ ചർച്ച്. നമ്മൾ ആ അറ്റത്തുനിന്ന് നടന്നിങ്ങോട്ട് വരികയാണ്. ഇവിടെ നിന്ന് അത്രയുണ്ട്. വലിയൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ അങ്ങേ അറ്റത്ത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഭയങ്കര ട്രാഫിക്കുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് വണ്ടികൾ വന്ന് ഭയങ്കര ട്രാഫിക്കാണ്. ഇതാണ് കോലാലംപൂറിൻ്റെ സെൻറ്റർ എന്ന് തോന്നുന്നു. കോലാലംപൂർ 0 ഇതായിരിക്കും കോലാലംപൂറിൻ്റെ സെൻറ്റർ. ഓഗസ്റ്റ് 31 അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ. അതിൻ്റേതായിട്ടാണ് ഇവിടെ എല്ലായിടത്തും ഫ്ലാഗുകളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത്. വണ്ടികളിലും റോഡ് സൈഡ് എല്ലാ ഫ്ലാഗുകൾ വെച്ചേക്കുന്നത് അവരുടെ ഇൻഡിപെൻഡൻസ് ഡേയുടേതായിട്ടാണ്. ഇത് മ്യൂസിയമാണ്, നാഷണൽ ടെക്സ്റ്റൈൽ മ്യൂസിയം. മ്യൂസിയത്തിനകത്തൊന്നും എൻട്രി ഇല്ല, എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ടൈം കഴിഞ്ഞു. ഇതൊക്കെ അന്നത്തെ ആ പഴയ കാലത്തെ ബിൽഡിങ്ങുകൾ തന്നെയാണ്. അവിടെ എന്തോ വച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ടാർ മർദേക്കയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബാക്ക് സൈഡിലാണ്. ബാക്ക് സൈഡിൽ ഓൾഡ് ചാർട്ടേഡ് ബാങ്ക് ബിൽഡിംഗ്. ഇത് പഴയ ഒരു ബാങ്കാണ്. ഓൾഡ് ചാർട്ടേഡ് ബാങ്ക് ബിൽഡിംഗ് ആണിത്. അവിടെ നിന്ന് എൻട്രൻസ് ഇല്ല, എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഇനിയൊരു ബിൽഡിംഗ് ഉണ്ട്. അത് ഓൾഡ് ഗവൺമെൻറ് പ്രിൻറ്റിങ് ഓഫീസ്. ഓൾഡ് ഗവൺമെൻറ് പ്രിൻറ്റിങ് ഓഫീസാണ്. അതും ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ട്. അതെന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. വലിയൊരു ഐ ലവ് KL
KL എന്ന് പറഞ്ഞാൽ കൊല്ലലംപൂർ. അപ്പോൾ ഐ ലവ് KL എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് റിവർ ഓഫ് ലൈഫ് 11 മെമ്മറിയക്കാൻ. ഓ, റിവർ ലൈഫ് അതിൻ്റെ റിവർ ഓഫ് ലൈഫിൻ്റെ മെമ്മറിക്കായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. SDG സെൻറ്റർ കൊല്ലലംപൂർ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് തെറ്റാൻ മർഡേക്കയുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.